ഒരു 5-6 കൊല്ലത്തിന് മുമ്പേ വാങ്ങിച്ച് കുറച്ച് നാളൊന്നുമല്ല കുറച്ചധികം നാളായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വഞ്ചിക്കുടുക്ക പൊട്ടിക്കലാണ് ഇന്ന്. വഞ്ചിക്കുടുക്ക, കുടുക്ക വഞ്ചി, വഞ്ചിപ്പെട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ആധുനിക ഭാഷയിൽ മണി ബാങ്ക് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഇന്ന് വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട്, പുറത്ത് നല്ല മഴ ആയതുകൊണ്ടും വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ടും സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഈ വഞ്ചിക്കുടുക്ക പൊട്ടിച്ച് അതിൽ എത്ര നാണയമുണ്ട്, എത്ര പൈസ ഉണ്ടെന്നൊക്കെ എണ്ണി തിരിച്ച് അതെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വഞ്ചിക്കുടുക്കയ്ക്ക് ഒരു കഥയുണ്ട്. ഒരു ക്ലീശ കഥയാണ്. പണ്ട് പരിചയപ്പെട്ട സമയത്ത് ഞാനൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. എന്തെങ്കിലും കല്യാണം കഴിച്ചാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പൊട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇപ്പോഴാണ് ഇതൊന്ന് പൊട്ടിക്കാൻ സമയം കിട്ടിയത്. ഇത് ഞാൻ വരുമ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അന്നത്തെ ഒരു സാമ്പത്തിക നിലയ്ക്കനുസരിച്ചുള്ള നാണയങ്ങളൊക്കെയാണ് ഇതിലിട്ടിട്ടുണ്ടായിരുന്നത്. 10ൻ്റെയും 5ൻ്റെയും 1ൻ്റെയും ഒക്കെ നാണയങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് ഒന്ന് വേർതിരിച്ച് എത്ര രൂപയുണ്ടെന്ന് അറിയാനുള്ള ഒരു തത്രപ്പാടായിരുന്നു കുറേ സമയം. അങ്ങനെ 5ഉം 10ഉം 1ഉം 2ഉം ഒക്കെ വേർതിരിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ അടിയൊക്കെ അങ്ങോട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആരാണ് കൂടുതൽ ജോലി ചെയ്തത്, ആരാണ് കൂടുതൽ വേർതിരിച്ചതെന്നൊക്കെയുള്ള തർക്കം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കും കൂടെ ഞാൻ വലിയൊരു കാൽക്കുലേഷനൊക്കെ നടത്തുന്നുണ്ട്. 5 എത്രയുണ്ട്, 2 എത്രയുണ്ട്, 10 എത്രയുണ്ട് എന്നൊക്കെ. അങ്ങനെ കുറേ നേരത്തെ ഒരു വലിയ കാൽക്കുലേഷനും എണ്ണിപ്പറക്കലിനും ഒക്കെ ശേഷം അങ്ങനെ ആ വലിയ സംഖ്യയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു 1719 രൂപയായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതെങ്ങനെ ചെലവാക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് അടുത്തത്. അതിപ്പോൾ 2 ബിരിയാണി വാങ്ങിക്കുമ്പോൾ തീരുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.